ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. രണ്ട് സംശയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. രണ്ട് ചോദ്യവും രണ്ട് സംശയവും ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, സഹോദരിമാർ സ്ത്രീകൾക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാമോ? സാധാരണ പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. നമ്മുടെ വീടുകളിലും കുടുംബത്തിലൊക്കെയുള്ള സഹോദരിമാർക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഷാഫി മദ്ഹബിലെ വീക്ഷണ പ്രകാരം സ്വതന്ത്രനായ പ്രായപൂർത്തിയെത്തിയ ഏതൊരാൾക്കും ഉളുഹിയത്തിൽ പങ്കെടുക്കാവുന്നതാണ്. സഹോദരിമാർക്കും ഉളുഹിയത്തിൽ പങ്കെടുക്കാം, അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രം. മുൻകഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ഭാര്യയായി കഴിയുന്ന ഒരു സഹോദരി, അതല്ലെങ്കിൽ മറ്റൊരാളുടെ ചെലവിൽ കഴിയുന്ന സഹോദരി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉളുഹിയത്ത് ഒരു പക്ഷേ അവരുടെ ഭർത്താവിൻ്റെ ഉളുഹിയത്തിൽ പെട്ടേക്കാം. അങ്ങനെ ഭർത്താവോ അല്ലെങ്കിൽ ചെലവെടുക്കൽ നിർബന്ധമുള്ള ആളുകളോ ഉളുഹിയത്ത് കരുതിയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ഉളുഹിയത്ത് അർത്തില്ല എന്ന ആ ചോദ്യത്തിൽ നിന്ന് സഹോദരിമാർ രക്ഷപ്പെടുന്നതാണ്. അങ്ങനെ അല്ല എങ്കിൽ ഓരോ ആളുകൾക്കും ഓരോ സഹോദരിമാർക്കും ഉളുഹിയത്തിൽ പങ്കെടുക്കൽ സുന്നത്താണ്, ഉളുഹിയത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കൂലി ലഭിക്കുന്നതുമാണ്. ഇനി ഭർത്താവോ അല്ലെങ്കിൽ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ള ആളുകളോ നമ്മെ തൊട്ട് ഉളുഹിയത്ത് അറുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് സാധിക്കുമെങ്കിൽ സഹോദരിമാർക്കും ഉളുഹിയത്തിൽ പങ്കെടുക്കാവുന്നതാണ്. മറ്റൊരു സംശയം, സഹോദരിമാർക്ക് നേരിട്ട് ഉളുഹിയത്ത് അറുക്കാൻ പറ്റുമോ? സ്ത്രീകൾക്ക് ഉളുഹിയത്ത് മൃഗം നേരിട്ട് അറുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം അറവുമായി ബന്ധപ്പെട്ടതാണ്. പല ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ്, സഹോദരിമാർക്ക് ഉളുഹിയത്ത് അറുക്കാൻ മറ്റൊരാളെ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട അറവിന്റെ മസലകളും അറവിന്റെ കാര്യങ്ങളുമെല്ലാം അറിയുന്ന ആളെ, ഒരു ഫഖീഹായ ആളെ ഉളുഹിയത്ത് അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ അത് സുന്നത്താണ്. ഇനി ഏതെങ്കിലും ഒരു സഹോദരി അറുത്തു എന്നതുകൊണ്ട് അറുത്തത് ഹലാലാകും, അത് തെറ്റല്ല, അറുക്കാവുന്നതാണ്. ചിലപ്പോൾ മെൻസസിലെ സ്ത്രീകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് മറ്റൊരാളെ ഫഖീഹായ മസലകളൊക്കെ അറിയുന്ന, ഫിഖ്ഹിന്റെ മസലകളും ഉളുഹിയത്തിന്റെ മസലകൾ അറിയുന്ന ഒരാളെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത്. ഇനിയോ സ്വന്തമായി അറുത്താൽ അത് ഖിലാഫുൽ ഔലയാണ്, അത് തെറ്റല്ല. അങ്ങനെ അറുത്താൽ ആ അറവ് സ്വഹിയാവുന്നതാണ്. ആ അറുത്ത മൃഗത്തെ ഏതെങ്കിലും സഹോദരി ഉളുഹിയത്ത് അറുത്തു എന്നതുകൊണ്ട് ആ മൃഗത്തെ, ആ ഇറച്ചി ഭക്ഷിക്കാവുന്നതാണ്. അത് ഹറാമായ ഭക്ഷണം അല്ല. അറുക്കാതിരിക്കൽ, ഇങ്ങനെ സഹോദരിമാർക്ക് മറ്റൊരാളെ ഏൽപ്പിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഏൽപ്പിക്കലാണ് സുന്നത്തുള്ളത്. സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.